നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജ് ഒന്ന് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് ഒരു വീഡിയോ പോലും നമ്മുടെ ചാനലിൽ ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ഇടാനായിട്ട് സാധിച്ചില്ല. വളരെ സക്സസ് ആയ ചാനൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇനി മുതൽ കൃത്യമായി തന്നെ നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നതാണ്. അതിന് എനിക്ക് നിങ്ങളുടെ പഴയതുപോലെയുള്ള സപ്പോർട്ട് വേണം. എല്ലാവരും ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹ്യുണ്ടായി എക്സ്ട്രാ ആണ്. അതായത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന XUV സെഗ്മെൻറ്റുകൾ, XUV, കോമ്പാക്റ്റ് XUV, ഇപ്പോൾ ഇതാ മൈക്രോ XUVയിൽ തന്നെ ആ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും നല്ല വാഹനമായിട്ടുള്ള എക്സ്ട്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മുൻഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതിൽ അട്രാക്റ്റീവാണ് ഈ HDRലും അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഈ ഇൻഡിക്കേറ്ററും. അത് നീണ്ട് ഫെൻഡറിലേക്ക് വരുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് തന്നെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അത് ഹാലജനാണ്, പ്രൊജക്ടർ വന്നിട്ടില്ല. നിലവിൽ ഇപ്പോഴത്തെ ഒരു പുതിയൊരു സ്റ്റൈലായി മാറിയിരിക്കുകയാണ് ബമ്പറിൽ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇത് അത്ര സേഫ്റ്റി അല്ല, എങ്കിലും കാണാൻ ഭംഗിയാണ്. നല്ല ഹ്യുണ്ടായുടെ ഡിസൈൻ എല്ലാം തന്നെ നമുക്കറിയാം, വളരെ സ്റ്റൈലിഷായിട്ടാണ് അവരുടെ ഡിസൈൻ വരുന്നത്. പിന്നീട് താഴെയായിട്ട് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു EVയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്കൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. തൊട്ടുമുളയെ വലിച്ചു നീട്ടി എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഹ്യുണ്ടായുടെ ഒരു ലോഗോയും കാണാം. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഒരു സ്കിപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതൊരു XUV ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റൈലായി മാറിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇത്രയും കൂട്ടാൻ കാര്യം, ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 1600 mm ആണ്. അതായത് 5 അടി ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നീട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീൽ ആർച്ചിൻ്റെ അവിടെ വന്നിരിക്കുന്ന ഒരു ക്ലാഡിങ്, അത് ബ്ലാക്ക് ക്ലാഡിങ് ലാസ്റ്റ് ബാക്ക് വീല് വരെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2480 mm ആണ്, അതായത് 8 അടി. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ കംഫോർട്ടും ആ ഒരു വീൽ ബേസ് കാരണം കൂട്ടുന്നുണ്ട്. സൈഡിലേക്കൊരു കട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട് ബാക്കിലായിട്ട്. അതൊരു വളരെ ഭംഗിയായ ഡിസൈനായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ഒഴുകിയിറക്കൽ അവർ ചെയ്തിരിക്കുകയാണ്. അതൊരു പക്ഷേ വൃത്തികേടെന്ന് പറയാൻ പറ്റില്ല, വളരെ മനോഹരമെന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. ഒരു പിയാനോ ബ്ലാക്കും റെഡും കൂടെ ചേർന്ന് ഡ്യുവൽ ടൂൺ ഡിസൈനാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ഫിനിഷിങ് അവിടെ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ പെട്രോൾ ഫില്ലിംഗ് ടാങ്ക് കാണാം. 37 ലിറ്ററാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് വരുന്നത് വാഹനത്തിൻ്റെ. നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഇവിടെയും ലൈറ്റ് ടെയിൽ ലാമ്പ് നമുക്ക് കാണാം. ഫ്രണ്ടിൽ നമ്മുടെ DRൽ തന്നെ ഇവിടെ ടെയിൽ ലാമ്പ് അതേ ഡിസൈനിൽ തന്നെ കാണാം. അതിനോട് താഴെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും കാണാം. തൊട്ട് താഴെയായി എക്സ്ട്രാ എന്നുള്ളൊരു ബാച്ചിങ് നമുക്ക് കാണാം. സെൻട്രലായി ആ ഫ്രണ്ടിലത്തെ പിയാനോ ബ്ലാക്കിൻ്റെ ഡിസൈൻ ബാക്കിലും വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഹ്യുണ്ടായുടെ ഒരു ലോഗോ കാണാം. ടോട്ടൽ അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റ് മുതൽ സ്റ്റാൻഡേർഡ് മുതൽ 6 എയർ ബാഗ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ഹ്യുണ്ടായുടെ ഏറ്റവും വലിയൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം വലിയ വാഹനങ്ങളിലൊന്നും ഇങ്ങനെ ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് മുതൽ വരില്ല. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ S വേരിയൻറ്റിൽ നമുക്ക് ബാക്ക് വൈപ്പർ വരുന്നില്ല, ഡീഫോഗർ വരുന്നില്ല. അതൊരു പോരായ്മയാണ്. ബാക്കിലും ആ സ്കിപ്പ് പ്ലേറ്റ് വരുന്നുണ്ട്, അലൂമിനിയം. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ആ അലൂമിനിയം സ്കിപ്പ് പ്ലേറ്റ് വളരെ ബൾക്കിയായിട്ട് തന്നെ ബാക്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ സൂപ്പറായിട്ടാണ്. പിന്നീട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വരുന്നത് 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡ് എല്ലാം തന്നെ നമുക്ക് ചെയ്യാമെന്ന് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണുമ്പോൾ പറയാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ വിത്ത് വരുന്നത് 1710 mm ആണ്. അതുകൊണ്ട് തന്നെ വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു വെന്യൂ ആണോ എന്ന് നമുക്ക് തോന്നിക്കാം. പക്ഷേ രണ്ടും രണ്ടാണ്. ലുക്ക് വൈസ് ഒരേപോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് തുറന്ന് നോക്കാം. ബൂട്ട് 391, അതായത് 391 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ബൂട്ട് തന്നെ പറയാം. കാരണം വളരെ സ്പേസ് ആയിട്ടുള്ള വളരെ വലിയൊരു ബൂട്ടാണ് നമുക്ക് ഹ്യുണ്ടായി ഈ വാഹനത്തിൽ സമ്മാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറിൽ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് ഡോറിൽ, പക്ഷേ ഡോറിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഫുൾ മാറ്റ് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. ഫോർ വിൻഡോ സ്വിച്ചുകളും ലോക്ക് അൺലോക്ക് സ്വിച്ചുകളും കാണാം. ഫുഡ് സ്റ്റെപ്പിൽ നമുക്ക് എക്സ്ട്രാ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത് എസ്സിന്. പിന്നീട് വളരെ സ്റ്റൈലായിട്ടുള്ളൊരു AC വെൻറ്റ്. ഏറ്റവും എടുത്തു പറയേണ്ട ക്ലസ്റ്ററാണ്. ഇതിലേറ്റവും നൂതനമായിട്ടുള്ള ഈ പറഞ്ഞ ടയർ പ്രഷർ, മറ്റ് ആധുനിക എല്ലാ ഫീച്ചേഴ്സുകളും ഫുൾ ടച്ചായിട്ടുള്ള സ്മാർട്ട് സ്ക്രീനാണ് നമുക്ക് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ എല്ലാ രീതിയിലുള്ള കൺട്രോളുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ എടുത്തു പറയാവുന്ന കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് വീലില്ല. അതുപോലെ തന്നെ 9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു കൊട്ടക്കണക്കിന് ഫീച്ചേഴ്സ് കുത്തി നിറച്ചാണ് ഹ്യുണ്ടായി നമുക്ക് തന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ ഞാൻ ബയോയിലിടാം, പറഞ്ഞാൽ തീരില്ല. പിന്നെ AC വെൻറ്റുകൾ കാണാം. ഇതിൽ മാനുവലായിട്ടുള്ള AC സ്വിച്ചുകളാണ് വന്നിരിക്കുന്നത്. വയർലെസ് ചാർജ് വരുന്നില്ല. പിന്നെ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ വലിയ സ്റ്റൈലൊന്നുമില്ല. പിന്നീട് ബാക്ക് സീറ്റാണ്. ബാക്ക് സീറ്റ് സ്പേസ് ഉണ്ട്. ബാക്കിലൊരു AC വെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സൊന്നും എടുത്തു പറയാനായിട്ട് ബാക്ക് സീറ്റിലില്ല. പക്ഷേ അത്യാവശ്യം ഒരു നല്ലൊരു ഫാമിലി കാറാണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. സ്പേസ് അത്യാവശ്യം തന്നെ ഈ ലെങ്തിന് പറ്റിയ നല്ല സ്പേസ് നമുക്ക് ഈ വാഹനത്തിനുണ്ട്. ഇവിടെയും ബാക്കിൽ എക്സ്ട്രാ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഹ്യുണ്ടായി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടോട് കൂടിയ സീറ്റൊക്കെ തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയൊരു ഡ്രൈവോട് ആയാൽ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമാകത്തുള്ളൂ. നിലവിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡ്രൈവിന് പോയി വരാം. ഓക്കെ, ബാ. ആദ്യം തന്നെ ഈ പുഷ് ബട്ടൺ ഇല്ല, അതൊരു പോരായ്മയാണ്. 9 ലക്ഷം രൂപ കൊടുക്കും, പുഷ് ബട്ടൺ സ്റ്റാർട്ടോടെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഓക്കെ, പ്രശ്നമില്ല, കോംപ്രമൈസ് ചെയ്യാം നമുക്ക്. പിന്നീട് നമ്മൾ ഒരു ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറയുന്നത് സാധനം വാഹനത്തിന് കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 1.2 4 സിലിണ്ടർ എഞ്ചിനാണ്. എങ്കിലും ഒരു 3 സിലിണ്ടറിൻ്റെ ഫീലേ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ യാത്ര കംഫർട്ട് ഭയങ്കരമാണ്. അതായത് അതിപ്പം ഡ്രൈവർ സൈഡായാലും കോ ഡ്രൈവർ സൈഡായാലും ബാക്കിൽ വരെ നമുക്ക് ആളിരിപ്പുണ്ട്. അപ്പം അവർക്കെല്ലാം തന്നെ വളരെ കംഫർട്ടാണ്. കുലുക്കോ ഒന്നുമില്ലാത്ത, ബോഡി റോളെന്ന് പറയുന്ന സാധനമില്ലാതാണ് ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. കാരണം പൊതുവേ ഹ്യുണ്ടായിയുടെ വാഹനങ്ങളുടെ കംഫർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇതിലും അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത് 100% തന്നെ എനിക്ക് പറയാൻ സാധിക്കും. യാത്ര കംഫർട്ടാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ ഈ വാഹനം എടുക്കാം കേട്ടോ. അത് നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൽ 2 ഫ്യൂവൽ വേരിയൻ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് പെട്രോളും വരുന്നുണ്ട്, CNGയും വരുന്നുണ്ട്. പക്ഷേ രണ്ടിലും തമ്മിൽ മൈലേജിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പം ഇതിൽ മൈലേജ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ 15.4 നമ്മുടെ ഇപ്പം ഈ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈലേജ് കാണിക്കുന്നത്. കമ്പനി പറയുന്നത് 19.5 കമ്പനി നമുക്ക് പറയുന്ന മൈലേജ്. CNG പെട്രോൾ ആകുമ്പോൾ 19.2. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് യാത്രാ കംഫോർട്ട്, നല്ലൊരു സിറ്റി കാറാണ് ഇത്. ഇതിലേക്കൂടെ വേണമെങ്കിലും കുത്തി ഓടിച്ച് തിരിച്ച് നമുക്ക് കൊണ്ടുപോകാം. ലെങ്ത്ത് ഒക്കെ അത്രയ്ക്കേ ഉള്ളൂ. വളരെ കംഫോർട്ടാണ്. ഹ്യുണ്ടായുടെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്റ്റിയറിങ് സുഖമുണ്ടല്ലോ, അതെല്ലാം തന്നെ നമുക്കിതിന് നല്ല, അതായത് എനിക്ക് തോന്നുന്നു ഇതിനെ കമ്പയർ ചെയ്യുന്നത് പഞ്ചുമായിട്ടല്ലേ, പഞ്ചിനേക്കാളും കുറച്ചുകൂടെ ബോഡി റോള് കുറവാണ്, കുറച്ചുകൂടെ യാത്രാ കംഫർട്ടുണ്ട്. ഓടിക്കുന്ന ആൾക്കാർ നല്ല ഒരു ഫീല് തരുന്നൊരു വാഹനമാണ്. കുലുക്കോ ഷെയ്ക്കോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വാഹനം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം പവർ ഈ എഞ്ചിനിൽ നിന്ന്, വളരെ ചെറിയൊരു എഞ്ചിനാണ്, ഈ എഞ്ചിനിൽ നിന്ന് നമുക്ക് മാക്സിമം പവർ തരിക എന്ന് വെച്ചാൽ 81.9 bhp ആണ് നമുക്ക് 6000 RPM തരുന്നത്. അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 113.8 Nm ആണ് 4000 RPM നമുക്ക് മാക്സിമം ടോർക്ക് തരുന്നത്. അതൊരിക്കലും ഒരു കുറവൊന്നുമല്ല. വളരെ, ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞു ഫാമിലി, നമ്മുടെ കേരളീയർക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ല മൈലേജ് തരുന്ന കുഞ്ഞൊരു ഫാമിലി കാർ എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പം ഞാനൊരു കട്ടർ റോഡിലൊക്കെയാണ് കയറിയിരിക്കുന്നത്. അതിനൊരു ബോഡി റോളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എങ്കിലും വളരെ കംഫോർട്ടായിട്ട് തന്നെയാണ് യാത്ര. മെയിനായിട്ട് നല്ല കൺട്രോളാണ്, നല്ല സ്റ്റെബിലിറ്റിയാണ് വാഹനം. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഏതൊരാൾക്കും ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വാഹനമാണിത്. കാരണം വളരെ ചെറുതാണ്, പക്ഷേ വളരെ കംഫോർട്ടാണ്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ 6 എയർ ബാഗ്, ABS, EBD ഇതെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 100% ഹ്യുണ്ടായിയുടെ ഏറ്റവും നല്ലൊരു ഫാമിലി കാറാണ്, നല്ലൊരു സിറ്റി കാറാണെന്ന് നമുക്ക് എക്സ്റ്ററിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും.
ഈ പറഞ്ഞ മൈലേജ്. ഇപ്പോൾ ഇത് പുതിയ വാഹനമാണ്, അതുകൊണ്ട് ഈ പറഞ്ഞ 15.4 കിട്ടുന്നു. ഉറപ്പായിട്ട് ഇത് ഹൈവേകളിൽ നമുക്ക് ഈ പറഞ്ഞ ഹ്യുണ്ടായി പറയുന്ന ഈ വെന്യൂവിന് പോലും നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ക്രെറ്റയ്ക്ക് പോലും നമുക്ക് 18-19 മൈലേജൊക്കെ ഹൈവേയിൽ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ട് ഈ വാഹനത്തിനും 19 പുറത്ത് മൈലേജ് എന്തായാലും ഹൈവേയിൽ കിട്ടും. നമുക്ക് ഹൈവേയിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പം നിലവിൽ 15.5 കിട്ടുന്നത്. ഓവറോൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും നല്ല വാഹനമാണ്. നിങ്ങൾ കണ്ണും പൂട്ടി എക്സർ വാങ്ങണം. ഈ പറഞ്ഞ ഈ എസ് വേരിയൻറ്റിന് 9 ലക്ഷം രൂപയാണ്. വില അല്പം കൂടുതലാണെന്നൊരു സംശയമുണ്ട്, പക്ഷേ വാഹനം വർത്താണ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും പുതിയ വേരിയൻറ്റിന് ഡാഷ് ക്യാം ഒക്കെ വരുന്നുണ്ട്, അതൊന്നും ഇതിന് വരുന്നില്ല. എങ്കിലും അടിപൊളിയായിട്ടുള്ള എല്ലാ നമ്മുടെ ഹ്യുണ്ടായി വാഹനം എടുക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്ന മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കംഫർട്ട് ഈ വാഹനത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എക്സറിനെ പറ്റി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എക്സ്-ഷോറൂം 6 ലക്ഷം മുതൽ 10,43,000 വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് എസ് വേരിയൻറ്റ്, ഇത് ഓൺ റോഡ് വരുന്നത് 8,89 ലക്ഷം രൂപയാണ്. അപ്പം ആ രീതിയിലേക്കാണ് വാഹനം നമുക്ക് വേണ്ടി ഹ്യുണ്ടായി ഇറക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് ഇന്ത്യൻ വിപണിക്ക് വേണ്ടി ഇറക്കിയ, അല്ലെങ്കിൽ ഇന്ത്യൻ റോഡിന് വേണ്ടി ഇറക്കിയ ഒരു വാഹനമാണ്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി കാറാണ്. എല്ലാ തരത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു XUV എന്ന് തന്നെ നമുക്ക് ഈ വാഹനത്തെ വിളിക്കാൻ പറ്റും. നല്ല കംഫർട്ട്, നല്ല മൈലേജ്, ഈ പറഞ്ഞ നല്ല ലോ മെയിൻ്റെനൻസ് എന്ന് തന്നെ ഈ വാഹനത്തിന് നമുക്ക് കാഴ്ചയിൽ അതിസുന്ദരൻ. അപ്പം എല്ലാം കൊണ്ടും എക്സർ ഒരു നല്ല വാഹനമാണ്. നിങ്ങളിത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ പറ്റി പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഉടനെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.